Welcome to Fiveas kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുനാഫ. അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 കപ്പ് മിൽക്ക് പൗഡർ, 1/4 കപ്പ് ഷുഗർ, 1 ടേബിൾസ്പൂൺ ghee, 3 ടേബിൾസ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് condensed മിൽക്ക്, 2 കപ്പ് പാല്, പിന്നെ വെർമിസെല്ലി. ശരിക്കും കുനാഫ ഡോ വാങ്ങിക്കാൻ കിട്ടും, പക്ഷെ ഞാൻ വെർമിസെല്ലി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നട്ട്സ് കാരമലൈസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി വെർമിസെല്ലി നന്നായിട്ട് പൊട്ടിച്ച് ചെറുതാക്കിയിട്ട് എടുക്കണം. ഇത് ഒരു പാക്ക് വെർമിസെല്ലിയാണ്, അത് 150 ഗ്രാം ആണുള്ളത്. അപ്പം അത് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ മോളും കൂടെ ഉണ്ട്. വെർമിസെല്ലി നന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെർമിസെല്ലി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. പാൻ ചൂടായി വന്നാൽ അതിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെർമിസെല്ലി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഷുഗർ ഒന്ന് മിക്സ് ആയിട്ട് വരുമ്പോൾ പിന്നെ അതിൽ മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കുക. മിൽക്ക് പൗഡർ 1/4 കപ്പ് ഇട്ടാൽ മതി, ബാക്കി 1/2 കപ്പ് ക്രീം ഉണ്ടാക്കാനുള്ളതാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ക്രീം റെഡിയാക്കി എടുക്കാം. ക്രീം റെഡിയാക്കാൻ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിനെ ജസ്റ്റ് ഒന്ന് സിമ്മിലിടാം. ഇനി അതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. മിൽക്ക് പൗഡർ മാറ്റി വെച്ചിട്ടുള്ള മിൽക്ക് പൗഡർ ഇട്ട് കൊടുക്കാം. condensed മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഇതിനെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്, കട്ട പിടിക്കാണ്ട് നോക്കണം. നല്ലൊരു തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ക്രീം ഒന്ന് ചൂടാറുമ്പോഴേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള കാരമലൈസ്ഡ് നട്ട്സ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതൊന്ന് ചൂടാക്കി കൊടുക്കാം. പാന് ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുക. ഷുഗർ നന്നായിട്ട് പരത്തി ഇട്ട് കൊടുക്കണം, എന്നിട്ട് അതൊന്ന് ചൂടാവണം. ഷുഗർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിലേക്ക് ജസ്റ്റ് 2 ടേബിൾ സ്പൂണ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബ്രൗൺ ആയി വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ ഗ്രീസ് ചെയ്തിട്ടുള്ള പ്ലേറ്റ് വെച്ചിട്ടുണ്ട്.
അതിലേക്ക് ഇട്ടിട്ട് പരത്തി കൊടുക്കാം. നന്നായിട്ട് പരത്തിയിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് തണുപ്പിക്കാൻ വെക്കാം. ഇനി നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ക്രീം ഇപ്പോൾ ഏകദേശം തണുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് വെർമിസെല്ലി എടുത്തിട്ട് ആദ്യം ട്രേയിൽ സ്പ്രെഡ് ചെയ്യുക. ട്രേ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. അതിൽ ഇത് വേണമെങ്കിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലെയർ ക്രീം ഇട്ട് കൊടുക്കാം. ക്രീം നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ ഒരു ലെയർ കൂടെ വെർമിസെല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനെ നന്നായിട്ട് പരത്തിയെടുക്കാം. ഇനി ബാക്കി ക്രീം കൂടെ അതിന് മുകളിലിട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ള വെർമിസെല്ലി കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടെടുക്കാം. ഇനി വെർമിസെല്ലി കൂടി നന്നായിട്ട് പരത്തിയെടുക്കാം. എടുക്കാൻ വേണ്ടിയിട്ട് കാരമലൈസ്ഡ് നട്ട്സിനെ ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. നട്ട്സും കുറച്ച് ഡേറ്റ്സും വെച്ചിട്ട് അതിനൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താണ്. ഇനി ഒരു 2 മണിക്കൂർ ഇതിനൊന്ന് റെഫ്രിജറേറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാം. ഇപ്പം നമ്മളെ കുനാഫ റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോക്കായി പ്ലീസ് സബ്സ്ക്രൈബ്.